അങ്ങനെ കാത്തിരുന്ന് കേരളത്തിലെ രണ്ടാമത്തെ എപ്പിക് തിയേറ്റർ തുറക്കുകയാണ്. അതെൻ്റെ സ്വന്തം നാടായ തൃശ്ശൂർ. തൃശ്ശൂർ കുട്ടനല്ലൂർ, അതായത് മണ്ണുത്തിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ തിയേറ്റർ വരുന്നത്. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസ്, ഹൈലൈറ്റിൻ്റെ സ്വന്തം സിനിമ തിയേറ്റർ ബ്രാൻഡായിട്ടുള്ള പലാക്സി സിനിമാസ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പണിംഗ് ഡേറ്റ് അവർ ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോയുടെ കാരണം അവിടെ ജോലി അന്വേഷിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ ഒരുപാട് വേക്കൻസികളുണ്ട്. അതിൽ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ട്. അതായത് സിനിമ തിയേറ്ററിലെ കസ്റ്റമർ സർവീസിൻ്റെ സെക്ഷൻ, ടിക്കറ്റിങ്, അതുമാതിരി അഷറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയേറ്ററിനകത്തേക്ക് പോലും സീറ്റ് കാണിച്ചു കൊടുക്കുക ഇപ്പോൾ പരിപാടികൾക്ക്. ഇതിനൊക്കെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് +2 ആണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വേക്കൻസി ഉണ്ട്. അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷനിസ്റ്റ് അസിസ്റ്റൻസ് ആണ്, അസോസിയേറ്റ്സ്. അതായത് ഫിലിം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ഫിലിം ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന അതേ തസ്തിക തന്നെയാണ്. അതിലേക്ക് പ്രത്യേകം ക്വാളിഫിക്കേഷനൊന്നും ഇല്ല. പക്ഷേ സിനിമ ഓപ്പറേറ്ററായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലൈസൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം അവർ കൂടുതലും ലൈസൻസുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നത്. ലൈസൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അവർ അവിടെ ഉപയോഗിക്കുന്നത് ക്യൂബിൻ്റെ, കാലിക്കറ്റിലെ ക്യൂബിൻ്റെ സെർവറുകളൊക്കെ ആയിരുന്നു. ഐ തിങ്ക് തൃശ്ശൂരും ക്യൂബ് തന്നെയാണ് കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള വാക്കൻസി എന്ന് പറയുന്നത് കോമീസാണ്. കോമീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, F&B, ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷനിലേക്കാണ് ഈ കോമീസിനെ എടുക്കുന്നത്. റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, കോമീസായിട്ട് കയറാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിലെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകളൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഇതിലൊക്കെ വേക്കൻസികളുണ്ട്. നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ ആയിട്ട് നിങ്ങൾ ഈ ആഗസ്റ്റ് 12-ാം തീയതി, അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 12-ാം തീയതി തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മാളിലെ 4th ഫ്ലോറിൽ പലാക്സി സിനിമാസിലേക്ക് നേരിട്ട് പോയാൽ മതി. അപ്പോൾ അവിടെ ഒരു എപ്പിക് തിയേറ്ററും കൂടി ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ എപ്പിക് തിയേറ്ററാണ്. അവർ പറയുന്ന പ്രകാരം കേരളത്തിലെ ബിഗസ്റ്റ് എപ്പിക് സ്ക്രീനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്തായാലും ഞാൻ നാട്ടിൽ വരുമ്പോൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻ്റെ ബാക്കി റിവ്യൂസ് അവിടെ പറയാം. അപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. കാലിക്കറ്റിൽ അവർ താമസം അതുപോലെ തന്നെ ഫുഡും കൊടുത്തിരുന്നു. ഫുഡ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ടൈം മീലായിരുന്നു. അതായത് ഡ്യൂട്ടിയുടെ സമയത്ത് മാത്രം ഒരു മീല്, 3 സമയം മീലൊന്നുമില്ല. ഡ്യൂട്ടി സമയത്ത് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഫുഡ് കൊടുത്തിരുന്നു. തൃശ്ശൂരത്തെ കാര്യം എനിക്കറിയില്ല. അത് തൃശ്ശൂർക്കാർക്ക് മാത്രമുള്ള ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. തൃശ്ശൂരത്തെ നിങ്ങളുടെ ബാക്കി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളും സംഭവങ്ങളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളതൊക്കെ